ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തയ്ക്ക പുതപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഏത്തപ്പഴം പുതപ്പിച്ച് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനൊരു മീഡിയം വലുപ്പത്തിലാണ് അരിയുന്നത്, വെറും സ്ലൈസായിട്ടല്ല അരിയേണ്ടത്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ഒരു ബ്രൗണിഷ് കളറാകുന്നവരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം പഞ്ചസാരയൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്യണം. അതിലേക്ക് തന്നെ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് കാരമലൈസ് ആക്കി എടുക്കുക. നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഏലക്ക പൊടിച്ചത്. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പം ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയത് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1/4 പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ഒരു കുറുകിയിരിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഏത്തയ്ക്ക പുതപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ ഏത്തയ്ക്ക പുതപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Bye bye, take care.